ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്ത കുൽഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള പാല് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ഇതിൽ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പാല് ആദ്യം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാലിവിടെ തിളച്ചു വരുന്ന നേരം കൊണ്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്, അതായത് സാഫ്രോൺ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുതിരാനായിട്ട് 5 മിനിറ്റ് മാറ്റി വെക്കാം. മറ്റൊരു ബൗളിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തതാണ്. ഈ കോൺഫ്ലോറിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വെക്കാം. പാലിവിടെ തിളച്ച് വരാറാവുമ്പോഴേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലിവിടെ തിളച്ച് വരുമ്പോഴേക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്ത് ഈ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ട കെട്ടരുത്, കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. ചൂടായ പാലായത് കാരണം പാൽപ്പൊടി ഇടുമ്പോഴേ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു കിട്ടും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 25-30 മിനിറ്റ് ഇതൊന്ന് തിക്കാക്കിയെടുക്കാം. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ പാല് നല്ല തിക്കായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഈ പാലൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് മാത്രമേ ഇത് നമ്മൾ 25-30 മിനിറ്റ് കൊണ്ട് തിക്കാക്കി എടുക്കാവൂ, അല്ലെങ്കിൽ പാല് അടുക്കി പിടിച്ചിട്ട് കരിയാൻ സാധ്യതയുണ്ട്. പാലിവിടെ കുറുകി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സൈഡിൽ നിന്നൊന്ന് വിട്ടു കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാലിവിടെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു യെല്ലോ കളറിൽ പാല് കുറുകി വന്നിരിക്കുവാണ്. ഈ സമയം ഇതിലേക്ക് സാഫ്രോൺ പാലിൽ കുതിർത്തതാണിത്. ഇത് സാഫ്രോണിൻ്റെ കളറാണ് ഈ പാലിലേക്ക് പിടിച്ചിരിക്കുന്നത്. ഈ പാലും സാഫ്രോണും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കോൺഫ്ലവർ കലക്കിയതും ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടുന്നതിനാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചത് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം. തണുത്തിട്ടാണ് നമ്മളിത് മോൾഡിലേക്ക് മാറ്റുന്നത്. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തണുക്കാൻ വെക്കുമ്പോഴേക്ക് കട്ട കെട്ടാതിരിക്കാൻ ഇതുപോലൊരു വിസ്ക് കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ഇളക്കിയാലും മതിയാവും. നമ്മൾ കോൺഫ്ലവർ ചേർത്തത് കാരണം ഇത് കട്ട കെട്ടാൻ സാധ്യത കൂടുതലാണ്. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു കുൽഫി മോൾഡിലാണ് ഒഴിച്ചു വെക്കുന്നത്. ഇനിയിപ്പോൾ കുൽഫി മോൾഡ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ ഒരു ബൗളിലോ ഒഴിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 2 എണ്ണം കുൽഫി ബൗളിലേക്ക് ഒഴിക്കുവാണ്. കുൽഫി ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലൊരു കപ്പിലേക്കും ഈ കുൽഫിയുടെ കൂട്ട് ഒഴിക്കുവാണ്.
ഇതിലേക്ക് ഒരു സ്റ്റിക്ക് ഞാൻ വെക്കുവാണ്. ഇതുപോലെ ഒരു ചെറിയ പേപ്പർ കപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇതിവിടെ എല്ലാം ഞാൻ മോൾഡിലേക്ക് ആക്കി കഴിഞ്ഞു. ഇനി ഇത് 8 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റുവാണ്. ഇത് ഞാൻ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത കുൽഫിയാണ്. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് പുറത്ത് വെച്ച ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റാം. അതൊക്കെ ഒന്ന് സൈഡിലൊന്ന് പിടിച്ചു ഒന്ന് ടച്ച് ആകുമ്പോൾ തന്നെ നമുക്കിത് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മളൊരു 2 മിനിറ്റ് പുറത്ത് വെച്ചിരുന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇത് ഈ കപ്പിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ? ഇതിന് മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചതിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പിസ്ത കുൽഫി ഐസ്ക്രീം ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.